Assalamualaikum. Next topic, tissue culture. Tissue culture is an in vitro technique of generation of whole plant from any part of the plant by growing it in a cultural medium under sterile condition. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ pH ഒക്കെ കൊടുത്തിട്ട് ടിഷ്യൂസിനെ ലാബിൽ ടെസ്റ്റ് ട്യൂബിനകത്ത് കൾച്ചർ ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണെന്ന് ടിഷ്യൂ കൾച്ചർ. ഒരു പ്ലാന്റ് അതിൻ്റെ റൂട്ട്, സ്റ്റമ്മ്, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട് ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? സെൽ കൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് കൊണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്നും കൾച്ചർ ചെയ്യുക, എന്നിട്ടൊരു പുതിയ പ്ലാന്റ്സിന് ഉണ്ടാക്കുക. ആ കൾച്ചർ ചെയ്യുന്നത് ലാബിലാവുക, ഇൻ വിട്രോ അകത്ത് ഒപ്റ്റിമം ടെമ്പറേച്ചറും pHഉം ഒപ്റ്റിമം സ്റ്റെറൈൽ കണ്ടീഷനൊക്കെ കൊടുത്തിട്ട് അതിനെ കൾച്ചർ ചെയ്യുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ഇനി എന്താണ് എക്സ്പ്ലാന്റ്? നമ്മൾ ഏത് പാർട്ടാണോ ടിഷ്യൂസിൻ്റെ ഏത് പാർട്ടാണോ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഒരു പ്ലാന്റിനെ കൾച്ചർ ചെയ്യാൻ അതിന് ടിഷ്യൂസ് എടുക്കുമല്ലോ, ആ കളക്ട് ചെയ്യുന്ന ടിഷ്യൂസിനെ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂസിനെ പറയുന്ന പേരാണെന്ത്? എക്സ്പ്ലാന്റ്. ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്കൺ ഔട്ട് ഫ്രം ടിഷ്യൂ കൾച്ചർ. ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്കൺ ഔട്ട് ഫോർ എ ടിഷ്യൂ കൾച്ചർ, അതാണ് എക്സ്പ്ലാന്റ്. നമ്മൾ ഏത് ഭാഗമാണോ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിന് പറഞ്ഞ പേരാണെന്ത്? എക്സ്പ്ലാന്റ്. നെക്സ്റ്റ്, ടോട്ടിപൊട്ടൻസി. ഒരു എക്സ്പ്ലാന്റ് ഹോൾ പ്ലാന്റ് ആകുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ടോട്ടിപൊട്ടൻസി. ദ കപ്പാസിറ്റി ഓഫ് എ സെൽ ടു ഗ്രോ ഇൻ ടു എ ഹോൾ പ്ലാന്റ് ഈസ് കോൾഡ് ടോട്ടിപൊട്ടൻസി. ആ സെല്ലിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എക്സ്പ്ലാന്റിന്റെ കപ്പാസിറ്റി ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് മാറുന്ന ആ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണെന്ത്? ടോട്ടിപൊട്ടൻസി. നെക്സ്റ്റ്, മൈക്രോ പ്രൊപ്പഗേഷൻ. ഒരു എക്സ്പ്ലാന്റ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ടിഷ്യൂസ് എക്സ്പ്ലാന്റ്സ് കൾച്ചർ ചെയ്തിട്ട് എന്താക്കണം? ഗ്രോത്ത് ചെയ്ത് ടോട്ടിപൊട്ടൻസി, അല്ലേ? ഒരുപാട് എക്സ്പ്ലാന്റ്സ് ടോട്ടിപൊട്ടൻസി ആവുന്ന പ്രോസസ്സിനെ, ഗ്രൂപ്പ് ഓഫ് എക്സ്പ്ലാന്റ്സ് ടോട്ടിപൊട്ടൻസി ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ മീൻസ് സ്മോൾ, ടിഷ്യൂസ് ആർ സ്മോൾ, അല്ലേ? പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൾച്ചർ ചെയ്യുക. അപ്പം മൈക്രോ പ്രൊപ്പഗേഷൻ, കൾച്ചറിങ് ഓഫ് സ്മോൾ ടിഷ്യൂസ്. ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പ്ലാന്റ്സിനെ കൾച്ചർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. മെത്തേഡ് ഓഫ് ഗ്രോയിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറൽ കണ്ടീഷൻസിൽ ടിഷ്യൂസിനെ കൾച്ചർ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണെന്ത്? ടിഷ്യൂ കൾച്ചർ. ആ ടിഷ്യൂ കൾച്ചറിൽ എന്താണെന്ന്, ഏത് ടിഷ്യൂ ആണോ ഏത് ഭാഗമാണോ നമ്മൾ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ കൾച്ചർ ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എക്സ്പ്ലാന്റ്. ഒരു എക്സ്പ്ലാന്റ് ഹോൾ പ്ലാന്റ് ആവുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ടോട്ടിപൊട്ടൻസി. അതേപോലെ ഒരു ടോട്ടിപൊട്ടൻസി അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലാന്റ് ടോട്ടിപൊട്ടൻസി ആവുന്ന പ്രോസസ്സ് ഇനി പറയുന്ന പേരാണെന്ത്? മൈക്രോ പ്രൊപ്പഗേഷൻ. ഇനി ഒരു ടിഷ്യൂ കൾച്ചറിൽ അഗാർ സൊല്യൂഷനിൽ എന്തെല്ലാം വേണം, അല്ലെങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ, ഒരു ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന ന്യൂട്രിയൻ സൊല്യൂഷൻ എന്താണ്? അതിൻ്റെ മീഡിയ കാർബൺ സോഴ്സ് സൂക്രോസ് ഉണ്ടായിരിക്കണം, ഇനോർഗാനിക് സോൾട്ട് ഉണ്ടായിരിക്കണം, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയ ഓക്സിൻ, സൈറ്റോസിൻ ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം എല്ലാ കണ്ടന്റും കൂടിയാണ് എന്തിലുണ്ടാവുക? അഗാർ സൊല്യൂഷൻ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിന്റെ കൾച്ചറൽ മീഡിയത്തിൽ ഉണ്ടാവുക. അതിലാണ് നമ്മൾ ഈ ടിഷ്യൂസിനെ കൾച്ചർ ചെയ്യുന്നത്. എന്തൊക്കെ ഉണ്ടാവും അതിൽ? സൂക്രോസ് ഉണ്ടാവും, ഇനോർഗാനിക് സോൾട്ട് ഉണ്ടാവും, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓക്സിനോ സൈറ്റോസിനോ ഉണ്ടാവാം, പിന്നെ അമിനോ ആസിഡ്സ് ഉണ്ടാവും, വിറ്റമിൻസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വേണം? ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ. അഗാർ സൊല്യൂഷനിൽ എന്തൊക്കെ വേണം? ഇത്രയും കണ്ടന്റുകൾ ഈ ന്യൂട്രിയൻ്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂട്രിയൻ സൊല്യൂഷനിൽ ഉണ്ടായിരിക്കണം. ഇനി എന്താണ് സോമാക്ലോൺസ്? സോമാക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പാരന്റിൽ നിന്നാണ് നമ്മൾ ടിഷ്യൂസ് എടുക്കുന്നത് കൾച്ചർ ചെയ്യാൻ. ആ പാരന്റ് എല്ലാ ക്യാരക്ടേഴ്സും എന്തിനുണ്ടാവും? ആ കൾച്ചർ ചെയ്തെടുത്ത പ്രോജനിക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടർ ഉണ്ടാവും. അതിൻ്റെ സൊമാറ്റിക് സെൽസ് ഉപയോഗിച്ച് കൾച്ചർ ചെയ്യണം. അതുകൊണ്ട് അതിനെ പറയുന്ന പേര്, പാരന്റ് അതേ കോപ്പി ആയതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് സോമ ക്ലോൺസ്. ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദ ഒറിജിനൽ പ്ലാന്റ് ഫ്രം വിച്ച് ദേ ആർ ഗ്രോൺ. അതാണിത് സോമ ക്ലോൺസ്. ഇനി എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ടിഷ്യൂ കൾച്ചറിനുള്ളത്? എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ഇൻ എ ഷോർട്ട് ടൈം. ഒരുപാട് പ്ലാന്റ്സിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ചെടികളെ കൾച്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഒരു ബെനിഫിറ്റ്. നെക്സ്റ്റ്, ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സ്. എന്തിൽ നിന്നും? ഡിസീസ്ഡ് പ്ലാന്റ്സിൽ നിന്നും ഡിസീസ് ഫ്രീ പ്ലാന്റ്സിനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. സീഡ്ലെസ് പ്ലാന്റ്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ്. വിത്ത് ഉണ്ടാവാത്ത ചെടിയിൽ നിന്നും നമുക്ക് ടിഷ്യൂ കൾച്ചർ മുഖേന കൾച്ചർ ചെയ്യാൻ പറ്റും. ചില ചെടികളിൽ വിത്ത് ഉണ്ടാവില്ലെങ്കിൽ ആ ചെടീനെ പിന്നെ കൾച്ചർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ടിഷ്യൂ മുഖേന, കാരണം അത് സ്റ്റമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് നമുക്ക് ടിഷ്യൂസ് എടുക്കാം, സീഡ് വേണമെന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. ഡിസീസ് ഫ്രീ പ്ലാന്റ്സിനെ, എന്തിൽ നിന്ന്? ഡിസീസസ് പ്ലാന്റ്സ് നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. പിന്നെ സീഡ്ലെസ് പ്ലാന്റ്സിൽ തന്നെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. സീഡ്ലെസ് പ്ലാന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ് ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാത്ത പ്ലാന്റ്സിൽ നമുക്ക് ടിഷ്യൂ കൾച്ചർ മുഖേന കൾച്ചർ ചെയ്യാൻ പറ്റും. ഇത്രയും 4 കാര്യങ്ങൾ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, മെരിസ്റ്റം. ടിഷ്യൂ കൾച്ചറിന്റെ മറ്റൊരു ഭാഗമാണ് മെരിസ്റ്റം കൾച്ചർ. എവിടെയൊക്കെയാണ് പ്ലാന്റ്സിലെ മെരിസ്റ്റമാറ്റിക് റീജിയൻ ഉള്ളത്? എപ്പിക്കൽ അല്ലെങ്കിൽ റൂട്ട് ടിപ്പ്, ഷൂട്ട് ടിപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ സൈഡിലാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത്. നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ്സിലെ ഷൂട്ട് ടിപ്പ്, റൂട്ട് ടിപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ സൈഡ്, അതേപോലെ ആക്സൽ സൈഡിലൊക്കെയാണ് എന്തുള്ളത്? മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത്. ആ മെരിസ്റ്റമാറ്റിക് സെൽസിനെ കൾച്ചർ ചെയ്യുന്ന രീതി, അത് ടിഷ്യൂ കൾച്ചറാണ്. നമ്മളിവിടെ പറഞ്ഞു ഡിസീസ് ഫ്രീ. ഒരു വൈറസ് അറ്റാക്ക് ചെയ്ത പ്ലാന്റിനാണെങ്കിൽ വൈറസ് ഫ്രീ ആയിട്ടുള്ള ഭാഗം അതിന് മെരിസ്റ്റമാറ്റിക് റീജിയൻ ആണ്. മെരിസ്റ്റമാറ്റിക് റീജിയനിൽ മാത്രമേ വൈറസ് ഫ്രീ ആയിട്ടുള്ള ഭാഗം ഉണ്ടാവൂ. ഈ വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റിന് ഇപ്പോൾ ഒരു കൃഷി സ്ഥലത്തെ ഫുൾ ആ വെറൈറ്റി അല്ലെങ്കിൽ ആ വെറൈറ്റിയിലെ എല്ലാ ചെടികളും നശിച്ചു പോകുന്നു. ഒരു വൈറസ് അറ്റാക്ക് മുഖേന ആ പ്ലാന്റേഷനിലെ എല്ലാ ചെടികളും നശിച്ചു പോകുന്നു എന്ന് വിചാരിക്കും. ഒട്ടുമിക്ക ചെടികളും നശിച്ചു. അതിൻ്റെ വൈറസ് അറ്റാക്ക് കൊണ്ടാണ് അതിന് കേടുവന്നിരിക്കുന്നത്. അപ്പം ആ പ്ലാന്റിൻ്റെ വൈറസ് ഫ്രീ ആയിട്ടുള്ള ഭാഗം അതിൻ്റെ ഷൂട്ട് ടിപ്പോ അല്ലെങ്കിൽ ലാറ്ററൽ റീജിയൻ, ഇന്റർകാലർ റീജിയൻ, മെരിസ്റ്റമാറ്റിക് ആക്സിലറി റീജിയനിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ടാവുള്ളൂ. ആ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉപയോഗിച്ചിട്ട് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാന്റിൻ്റെ ആ വെറൈറ്റിയുടെ തന്നെ വൈറസ് ഫ്രീ പ്ലാന്റിനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി മെരിസ്റ്റമാറ്റിക് കൾച്ചർ, ഹെൽത്തി പ്ലാന്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്സ്. ഈ ഡിസീസായ പ്ലാന്റ്സിൽ നിന്നും നമുക്ക് ഹെൽത്തി പ്ലാന്റ്സിനെ കൾച്ചർ ചെയ്യാൻ പറ്റും മെരിസ്റ്റമാറ്റിക് സെൽസ് ഉപയോഗിച്ചിട്ട്. മെരിസ്റ്റമാറ്റിക് സെൽസ് എവിടെ കാണുക? എപ്പിക്കൽ ആൻഡ് ആക്സിലറി ഈസ് ഓൺലി ദ വൈറസ് ഫ്രീ പാർട്ട്. നെക്സ്റ്റ്, ബൈ റിമൂവിംഗ് ദ മെരിസ്റ്റം and growing it in vitro, virus free plants can be obtained. Some of the virus free plants are sugarcane, banana and potato. നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂസിനെ കൾച്ചർ ചെയ്യാണ് ഇൻ വിട്രോ കണ്ടീഷനിൽ, ഒരു ലാബിനകത്ത്. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഒരു ലാബിനകത്ത്. എങ്ങനെ? ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറും ഒപ്റ്റിമം കണ്ടീഷൻസും കൊടുത്തിട്ട് വളർത്തിയെടുക്കുക. എന്തിൽ? ന്യൂട്രിയൻ മീഡിയത്തിൽ. എന്താണ് ആ ന്യൂട്രിയൻ മീഡിയത്തിലുള്ളത്? സൂക്രോസ് ഉണ്ട്, ഇനോർഗാനിക് സോൾട്ട് ഉണ്ട്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, പിന്നെ അമിനോ ആസിഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള അഗാർ സൊല്യൂഷൻ നമ്മൾ കൾച്ചർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണിത് ടിഷ്യൂ കൾച്ചർ.
ടിഷ്യൂസിനെ കൾച്ചർ ചെയ്യുക ഇൻ വിട്രോ കണ്ടീഷനിൽ. ഇനി എന്താണ് അതിൽ വരുന്ന ഭാഗങ്ങളാണ് എക്സ്പ്ലാന്റ്. എന്താണ് എക്സ്പ്ലാന്റ്? നമ്മൾ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പാർട്ട് അല്ലെങ്കിൽ ആ ടിഷ്യൂസിന്റെ ആ പാർട്ടിന് പറയുന്ന പേരാണെന്ത്? എക്സ്പ്ലാന്റ്. നെക്സ്റ്റ് ടോട്ടിപൊട്ടൻസി. എന്താണ് ടോട്ടിപൊട്ടൻസി? ഒരു എക്സ്പ്ലാന്റ്, ഒരു ഹോൾ പ്ലാന്റ് ആവുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ടോട്ടിപൊട്ടൻസി. നെക്സ്റ്റ് മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലാന്റ് ടോട്ടിപൊട്ടൻസി ആവുന്ന പോലെ ഒരുപാട് എക്സ്പ്ലാന്റ്സ് നമ്മൾ ഹോൾ പ്ലാന്റ് ആവുന്ന ആ പ്രോസസ്സ് ഒരു കൂട്ടം ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്ലാന്റ്സ് ടിഷ്യൂ കൾച്ചറിലൂടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണിത് മൈക്രോ പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് സോമ ക്ലോൺസ്. പാരന്റ് അതേ നേച്ചർ ഉണ്ടാവും ആർക്ക്? ടിഷ്യൂ കൾച്ചർ മുഖേന ആ പാരന്റിൽ നിന്നും ടിഷ്യൂ കൾച്ചർ ചെയ്തെടുത്ത ആ പ്രോജനിക്ക് ആ പാരന്റ് അതേ ക്യാരക്ടർ ഉണ്ടാവും. ആക്ച്വലി ക്ലോൺസ്, സൊമാറ്റിക് സെൽസ് ഉണ്ടാക്കിയ ഈ ക്ലോൺസിനെ പറയുന്ന പേരാണ് സോമ ക്ലോൺസ്. നെക്സ്റ്റ് എന്താണ് അഡ്വാൻറ്റേജസ്? ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഷോർട്ട് ടൈം. ഒരുപാട് പ്ലാന്റ്സിനെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സ്, ഡിസീസ് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് വർദ്ധിക്കാൻ പറ്റും. അത് നെക്സ്റ്റ് ബെനിഫിറ്റ്. മൂന്നാമത് സീഡ്ലെസ് ആയ പ്ലാന്റിൽ നിന്നും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. നാലാമത്തെ പോയിന്റ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാത്ത പ്ലാന്റ്സിൽ നിന്നും നമുക്ക് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്ത്? മെരിസ്റ്റമാറ്റിക് കൾച്ചർ. മെരിസ്റ്റമാറ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ മെരിസ്റ്റം സെൽസിൽ നിന്നും കൾച്ചർ ചെയ്യാം. മെരിസ്റ്റം സെൽസിൽ ഒരിക്കലും വൈറസ് അറ്റാക്ക് ചെയ്യില്ല. വൈറസ് അറ്റാക്ക് ചെയ്ത കാരണം വൈറസ് അറ്റാക്ക് ചെയ്ത പ്ലാന്റിൽ നിന്നും വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്ത്? മെരിസ്റ്റമാറ്റിക് കൾച്ചർ മുഖേന. മെരിസ്റ്റം സെൽസ് എവിടെ കാണുക? എപ്പിക്കൽ ആൻഡ് ആക്സിൽ റീജിയനിലാണ് എന്ത്? മെരിസ്റ്റമാറ്റിക് സെൽസ് കാണുക. അതിനൊരു ഉദാഹരണമാണ് ബനാന, ഷുഗർ കെയിൻ ആൻഡ് പൊട്ടറ്റോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസിംഗ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ്. ആർട്ടിഫിഷ്യലായിട്ട് ക്രോസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഹൈബ്രിഡൈസേഷൻ. നമ്മൾ പ്ലാന്റ് ബ്രീഡിങ്ങിൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു, ഇമാസ്കുലേഷനും ബാഗിങ്ങും ഒക്കെ പഠിച്ചു അല്ലേ? അവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള മെയിൽ പാരന്റിന്റെ പോളൻ ഗ്രെയിൻസ് നമ്മൾ സെലക്ട് ചെയ്ത ഫീമെയിൽ പാരന്റിന്റെ സ്റ്റിഗ്മയിൽ വന്ന് സ്റ്റിക്ക് ചെയ്യുക. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. എന്താണ് സൊമാറ്റിക്? രണ്ട് തരം സെൽസാണ് പ്ലാന്റ്സിലുള്ളത്. ഒന്ന് റീപ്രൊഡക്റ്റീവ് സെൽസും ഒന്ന് സൊമാറ്റിക് സെൽസും. റീപ്രൊഡക്റ്റീവ് സെൽസ് ഏത് ഭാഗത്തുണ്ടാവുക? ഫ്ലവറിന്റെ ഭാഗത്തുണ്ടാവുക. റീപ്രൊഡക്റ്റീവ് സെൽസ് റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന, സെക്ഷൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന സെൽസ് എവിടെ ഉണ്ടാവുക? ഫ്ലവറിന്റെ ഭാഗത്ത്. അല്ലാത്ത ഭാഗത്ത് സ്റ്റെമ്മ് അല്ലെങ്കിൽ ലീഫ് ആ റീജിയനിൽ ഉണ്ടാകുന്ന സെൽസ് ഒക്കെ എന്താണ്? സൊമാറ്റിക് സെൽസ്. ആ സൊമാറ്റിക് സെൽസിൽ നടക്കുന്ന ഹൈബ്രിഡൈസേഷൻ ഒപ്റ്റിമം കണ്ടീഷൻ, ടെമ്പറേച്ചർ, ഒരു ഇൻവിട്രോ കൾച്ചറിൽ കൾച്ചർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ആ ടിഷ്യൂ കൾച്ചറിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസിനെയോ ഡിഫറെൻറ്റ് ടിഷ്യൂസിനെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസിനെയോ ഒന്നിച്ച് ഹൈബ്രിഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടിഷ്യൂസിനെ ഒന്നിച്ച് വളർത്തുന്ന ആ രീതിക്ക് അല്ലെങ്കിൽ അവരെ സൊമാറ്റിക് സെൽസ് ഒന്നിച്ച് കൾച്ചർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഡിഫറെൻറ്റ് വെറൈറ്റീസിനെയോ ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെയോ സെൽസിനെ നമ്മൾ ഫ്യൂസ് ചെയ്തിട്ട് കൾച്ചർ ചെയ്തിട്ട് പുതിയ ഓർഗാനിസ് ആക്കി മാറ്റും, പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കുക. അതിന് പറയുന്നതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ദ പ്രോസസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ്. അവിടെ പ്രോട്ടോപ്ലാസ്റ്റിനെ ഫ്യൂസ് ചെയ്യണം. ഓഫ് എ സൊമാറ്റിക് സെൽ obtained from a different species of plants. Suitable nutrient medium in vitro to develop somatic hybrid. Somatic hybrid ഉണ്ടാക്കാൻ ഇൻ വിട്രോ ലാബിനകത്ത്, ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ ഈ അഗാർ സൊല്യൂഷനിലൊക്കെ ഒപ്റ്റിമം ടെമ്പറേച്ചറും എല്ലാം കൊടുത്തിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസിൽ പെട്ട ചെടികളുടെ സൊമാറ്റിക് സെൽസിനെ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റിനെ ക്രോസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. എന്തായാലും സ്റ്റെപ്സുകൾ രണ്ട് ചെടികളുടെയും സിംഗിൾ സെൽസ് ഫ്രം സെലക്ടഡ് പ്ലാന്റ്സ് ആർ ഐസൊലേറ്റഡ്. നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റ്സിന്റെ സിംഗിൾ സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കും, സിംഗിൾ സെൽസിനെ എടുക്കും.
എന്നിട്ട് ആ സിംഗിൾ സെൽസിന്റെ സെൽ വോള് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യും എൻസൈം ഉപയോഗിച്ചിട്ട്. ഏതൊക്കെ എൻസൈമാണ്? പെക്റ്റിനേസ് ആൻഡ് സെല്ലുലേസ് എന്ന് പറഞ്ഞ എൻസൈംസ് ഉപയോഗിച്ചിട്ട് ഓരോ ഓർഗൻസ് എൻസൈംസ് ഉപയോഗിച്ച് അതിന്റെ സെൽ വോള് ഡൈജസ്റ്റ് ചെയ്തെടുക്കും. ആ ഡൈജസ്റ്റ് ചെയ്ത സെൽ വോളിൽ പ്രോട്ടോപ്ലാസ്റ്റിന്റെ ചുറ്റോറും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പ്ലാസ്മ മെംബ്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പ്ലാസ്മ മെംബ്രെയിനുള്ള പ്രോട്ടോപ്ലാസ്റ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ ഫ്യൂസ് ചെയ്യും. കറക്റ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചറും മീഡിയം ഒക്കെ കൊടുത്തിട്ട് അതിനെ നമ്മൾ ഫ്യൂസ് ചെയ്യും. എന്തിൽ? പെഗിലിട്ടിട്ട് പോളി എത്തിലീൻ ഗ്ലൈക്കോളിലെ സൊല്യൂഷനിൽ അവിടെ ഫ്യൂഷൻ നടക്കും. ആ ഫ്യൂഷൻ നടന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ഹൈബ്രിഡിനെ പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇതിനൊരു എക്സാമ്പിളാണ് ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് പറഞ്ഞത് പൊട്ടറ്റോയുടെയും ടൊമാറ്റോയുടെയും സൊമാറ്റിക് ഹൈബ്രിഡിന്റെ പേരാണ് ടൊമാറ്റോ. നമുക്ക് ചിന്തിക്കാം, പൊട്ടറ്റോ മണ്ണിനടിയിലാണ് ഉണ്ടാവുന്നത്, ടൊമാറ്റോ പ്ലാന്റിന്റെ മുകളിലാണ് ഉണ്ടാവുന്നത് അല്ലേ? ഫ്രൂട്ടായിട്ട് മുകൾ ഭാഗത്താണ്, മണ്ണിന്റെ ലെവലിൽ മുകളിലാണ്. ഇത് രണ്ടും കൂടിയിട്ടും ഒരു ചെടിയിൽ വരിക. മുകൾ ഭാഗത്ത് ടൊമാറ്റോ ഉണ്ടാവുക, അണ്ടർഗ്രൗണ്ടിൽ പൊട്ടറ്റോ ഉണ്ടാവുക. ഇതപ്പോൾ ആകുമ്പോൾ പൊമാറ്റോ. ഇതൊരു സൊമാറ്റിക് ഹൈബ്രിഡാണ്. നേരെ തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാലും രണ്ട് നമ്മൾ വിചാരിച്ച ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സക്സസ്ഫുൾ ആയിക്കൊള്ളാം എന്നില്ല. പൊമാറ്റോ എന്ന് പറയുന്നത് ടൊമാറ്റോയുടെയും പൊട്ടറ്റോയുടെയും ഒരു ഹൈബ്രിഡാണ്.